ഗൈസ്, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് 24 hours വീറ്റ് പുട്ട് ഈറ്റിംഗ് ചലഞ്ചാണ്. അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഗോതമ്പ് പുട്ട് മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ, വേറെ ഒന്നും കഴിക്കത്തില്ല. അതിൻ്റെ കൂടെ കറികൾക്ക് വ്യത്യാസം വരുമായിരിക്കും, പക്ഷെ ഫുൾ പുട്ടായിരിക്കും. ഇന്നൊരു പുട്ടുമയായിരിക്കും കേട്ടോ. അപ്പം രാവിലെ വരെ നമുക്ക് ഗോതമ്പ് പുട്ട് നല്ല ചൂട് സാമ്പാറും ഉണ്ട് കേട്ടോ. അപ്പം നമുക്കത് കഴിക്കാം. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഗോതമ്പ് പുട്ടാണല്ലോ എടുക്കുന്നത്. ഗോതമ്പ് പുട്ടും അതിൻ്റെ കൂടെ നമ്മൾ കറിയായിട്ട് സാമ്പാറുമാണ് കേട്ടോ. ഇത് നമ്മൾ കുറ്റിക്കകത്ത് വെക്കുന്ന പുട്ടല്ല, അല്ലാതെ നമ്മൾ അപ്പച്ചമ്പിൽ ഒരുമിച്ച് വേവിക്കത്തില്ലേ, ആവിയേറ്റത്തില്ലേ, അങ്ങനത്തെ പുട്ടാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ കൂടെ ഞാൻ സാമ്പാറും ആയിട്ട് ഒരു പിടി പിടിക്കുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഗോതമ്പ് പുട്ടിനോട് എല്ലാ കോമ്പോയും എനിക്കിഷ്ടമാണ് കേട്ടോ. പരിപ്പ് കറി ഇഷ്ടമാണ്, മീൻ കറി ഇഷ്ടമാണ്, സാമ്പാർ ഇഷ്ടമാണ്, പഴം ഇഷ്ടമാണ്, പപ്പടം ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അരിപ്പുട്ടിനേക്കാളും ഒരു പിടി കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അതുകൊണ്ട് മടുക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്ലേറ്റൊക്കെ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി ഉച്ചയ്ക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് 1:15 ആവാറായി. അപ്പോഴേക്കും എനിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ രാവിലത്തെ സെയിം തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ ആയിട്ട് ഒരു ബീൻസ് തോരനും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, പുട്ടിൻ്റെ കൂടെ എന്ത് കോമ്പോയും പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ സാമ്പാറും നമ്മുടെ ബീൻസ് തോരനുമായിട്ട് ഉച്ചയ്ക്കും ഇതുപോലെ തന്നെ ഒരു പിടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം വരെ പോകുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് എനിക്ക് വേണ്ടാന്നൊന്ന് തോന്നുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ. രാവിലെ തന്നെ കഴിച്ച പോലെ തന്നെ നല്ലതായിട്ട് ആസ്വദിച്ച് തന്നെയാണ് കഴിച്ചത് കേട്ടോ. അപ്പം പിന്നെ വൈകുന്നേരമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഗോതമ്പ് പുട്ട് കഴിക്കുമ്പോൾ നമുക്ക് അധികം വിശക്കത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഗോതമ്പ് പുട്ട് കഴിക്കുമ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. അപ്പം വെള്ളം കുടിച്ച് വയറ് നിറയത്തില്ലേ, അതുകൊണ്ട് അങ്ങനെ വിശപ്പ് വന്നില്ല കേട്ടോ. ഒരു ചായ മാത്രമേ ഞാൻ കുടിച്ചുള്ളായിരുന്നു വൈകുന്നേരം. അപ്പം പിന്നെ നമുക്കൊരു 8:15 രാത്രി ആയപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് വിശന്നപ്പോഴേക്കും ചിരട്ടപ്പുട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ചിരട്ടപ്പുട്ട് ഞാൻ തേങ്ങയൊക്കെ എടുത്ത് മാറ്റി. എനിക്ക് തേങ്ങയോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ തേങ്ങയൊക്കെ എടുത്ത് മാറ്റി പിന്നെ 2 ഞാലിപ്പൂവൻ പഴവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടെ കൂട്ടി നന്നായിട്ട് പുട്ടൊക്കെ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ 24 മണിക്കൂറത്തെ വീറ്റ് പുട്ട് ഈറ്റിംഗ് ചലഞ്ച് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.